അല്ല 4ാം ക്ലാസ് മുതൽ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ 1 രൂപയ്ക്ക് ഈ അമർ ചിത്രകഥകൾ കിട്ടും. കുറച്ചുകൂടി ചെറുതാണ്. നമ്മുടെ അവിടെ പ്ലാറ്റ്ഫോമിൽ പുസ്തകങ്ങൾ വിൽക്കും. ഇതൊക്കെ വായിക്കും. ഇപ്പം ഇത് വായിച്ച് പിന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഞാനൊരു ദിവസം ട്രെയിനിൽ, എൻ്റെ ബന്ധുക്കൾ കണ്ണൂരുണ്ട്, അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ മയ്യഴിപ്പുഴ, അപ്പം ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, മയ്യഴിപ്പുഴ. പിന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അങ്ങനെ ഒരു പുസ്തകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് വാങ്ങി ലൈബ്രറി പോയി എടുത്ത് വായിച്ചു. അത് വേറൊരു ലോകമാണ്. പിന്നെ എനിക്ക് തോന്നി മയ്യഴി കാണണം, മാഹി കാണണം. മയ്യഴി വായിച്ച എല്ലാവർക്കും ഉള്ള സാധനം. അവിടെ പോയപ്പോ ആ മാഹി അല്ല. അതായത് ഞാൻ മയ്യഴി വായിച്ചിട്ട് ലോക്ക്ഡൌൺ സമയത്താണ് വായിക്കുന്നത്. അപ്പോൾ വായിച്ചിട്ട് എനിക്കിങ്ങനെ അതായത് മയ്യഴി കാണണം. പിന്നെ ഒരു വട്ടം ഫാമിലിയുടെ കൂടെ മാഹി കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഇതങ്ങനല്ലോ അല്ല. എന്നിട്ട് പിന്നെ ഞാൻ മുകുന്ദനെ കാണാൻ പോയി. മാഹിയിൽ പോയി മുകുന്ദന്റെ ചോദിച്ചു, ഈ ഫ്രഞ്ച് പൗരന്മാരൊക്കെ എവിടെയാ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു അത് കുറച്ചപ്പുറത്തുണ്ട്. അപ്പോ ഇത് അതുപോലെ കസാക്കിന്റെ ഇതിഹാസം, ഈ കസാക്കിന്റെ ഇതിഹാസം ആദ്യം വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ എന്തോ കുഴപ്പമാണ്, മനസ്സിലായില്ലെന്ന് പറയുന്നത് ഒരു കുറവല്ലേ. ഞാന് ഫസ്റ്റ് കസാക്ക് വായിച്ചിട്ട് എനിക്ക് ആദ്യം ഞാൻ ചെറുപ്പത്തില് എൻ്റെ അമ്മായി കസാക്ക് കൊടുന്നു. അപ്പോൾ വായിച്ചിട്ട് ഭാഷ ഒന്നും തിരിയുന്നില്ല. ഇതെന്ത് ഭാഷ, ഒരു ഐഡിയ കിട്ടില്ല. അമ്മയാണെങ്കിൽ ഫുള്ള് ഹൈപ്പ് ഇട്ടാണ്, ഇത് വായിച്ചാൽ ഇതാണ് ലിറ്ററേച്ചർ, ഇത് വായിച്ചാൽ ഞാൻ ഈ ശരിക്കും വായനക്കാരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടറാക്കി. ഞാൻ ഓക്കെ വായിക്കാൻ വെച്ചിട്ട് തുടങ്ങി. എനിക്ക് എത്രയായിട്ട് മുന്നോട്ട് വന്നില്ല. പിന്നെ ആ കോളേജ് പഠിക്കുമ്പോൾ പിന്നെയും വായിക്കുന്നത്. പക്ഷെ അപ്പൊ വായിച്ച് ഞാൻ തീർത്ത്. പിന്നെ നമ്മള് പരിപാടിയൊക്കെ നടത്തി കസാക്കിനെ കുറിച്ച്. അപ്പോൾ ഓരോരുത്തരും അധ്യാപകരും വിദ്യാർത്ഥികളും പലരും കസാക്കിനെ കുറിച്ചും വിജയന്റെ എഴുത്തുകളെ കുറിച്ചും അതിന്റെ ഭംഗികളെ കുറിച്ചൊക്കെ പലരും പലതും അറിയാം. ഞാൻ ആലോചിച്ച്, പഠിച്ചവനെ ഇതൊന്നും ഞാൻ വായിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കതിൽ പല കഥകളും തിരിഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം അതൊരു പുതിയ ഇതല്ലേ, ഒരു ഭാഷാ ശൈലിയല്ലേ. അത് കസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് അതിലൊരു കവർ ചിത്രം ഉണ്ടായിരുന്നു ആദ്യം, ഈ പനകൾക്കിടയിലൂടെ നടന്നു പോകുന്നു. അതിപ്പോൾ ഞാൻ ആ സമയത്ത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം DC കിഴക്കേമുറിക്ക് ഒരു കത്ത് എഴുതി. DC ബുക്സിന്റെ സ്ഥാപകനാണ് DC കിഴക്കേമുറി. ഞാൻ എഴുതി, എനിക്ക് പുസ്തകങ്ങളൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ യാതൊരു നിർവാഹവും ഇല്ല, പുസ്തകങ്ങളെ കുറിച്ച് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ബുള്ളറ്റിനൊന്ന് സൗജന്യമായിട്ട് അയച്ചു തരുമോ? അവരുടെ ബുള്ളറ്റിനുണ്ടല്ലോ, ബുള്ളറ്റിൻ എന്ന് പറയുമ്പോൾ കറണ്ട് ബുക്സ്, ഇങ്ങനെ ഒരു നമ്മളെ ചെറിയ ഒരു നമ്മുടെ നോട്ട് പാഡ് ഇല്ലേ, നോട്ട് പാഡ് അല്ല, നമ്മുടെ എന്തായാലും പറയാ ബ്രോഷർ എന്നൊക്കെ പറയുന്നത്. അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. എല്ലാ മാസവും അവരെ പുതിയ പുസ്തകങ്ങളെ കുറിച്ച് അതിന്റെ റിവ്യൂ ഒക്കെ വരും. അതുപോലെ അപ്പൊ DC കിഴക്കേമുറി അടുത്ത മാസം മുതൽ അയച്ചു തുടങ്ങി. അദ്ദേഹം എനിക്കൊക്കെ അയച്ചു. ഞാൻ പിന്നെ അത് വായിച്ചിട്ട് ഇതൊന്നും വാങ്ങാൻ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ലൈബ്രറി പോയിട്ട് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ട് ഈ കസാക്കിന്റെ ഇതിഹാസം വായിച്ചപ്പോൾ കുറേ ഇങ്ങനെ വായിച്ചപ്പോൾ പിന്നെയാണ് തസ്രാക്ക് എന്നൊരു സ്ഥലമുണ്ട് പാലക്കാട്. ഇത് ഇങ്ങനെ ഒരു സ്ഥലം, ഇപ്പൊ ഇത് റിയൽ ആണല്ലേ. അങ്ങനെ ഞാൻ പാലക്കാട് ഒരു പരിപാടിക്ക് പങ്കെടുക്കുക, ഒരു സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോയി. ഭയങ്കര മഴ, അതിശക്തമായ മഴ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സമ്മേളനത്തിന് ആദ്യം പോയില്ല, നേരെ തസ്രാക്കിലേക്ക് പോയി. ബസ്സൊക്കെ കയറി എങ്ങനെയോ ചെന്നു. അപ്പോഴ് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഈ തസ്രാക്കിലെ ഒരു കുറച്ച് പ്രായമുള്ള ആള്. അങ്ങനെ സംസാരിച്ചപ്പോൾ നോക്കിയപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? അപ്പ റാവുത്തർ, കഥാപാത്രം കസാക്കിന്റെ ഇതിഹാസത്തിലെ കഥ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഈ നൈജാമലി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കസാക്കൊക്കെ ഈ തസ്രാക്കൊക്കെ ചുറ്റി കണ്ടു. വിജയനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വിജയനെ ഞാൻ പിന്നെ കാണാൻ ഇവിടെ നിങ്ങളെ നാട്ടിലൊരു പരിപാടിക്ക് വന്നിരുന്നു. വിജയൻ അവസാനം ഈ ആത്മീയ വേറൊരു തലത്തിലുള്ള ഇതായിരുന്നല്ലോ. വിജയന്റെ വീട്ടില് ഈ ആയത്തുൽ കുർസിയൊക്കെ ഉണ്ടായിരുന്നു. ഗുരുസാഗരം വിജയൻ എഴുതുന്നത് തിരുവനന്തപുരത്ത് ഒരു ശാന്തിഗിരി ആശ്രമമുണ്ട്, കരുണാകര ഗുരു ഒരു എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്തുന്നത്, എനിക്ക് ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇല്ല. പക്ഷെ അവിടെ ഒരു വലിയ ആശ്രമവും എല്ലാവരും വെള്ളയാണ് ഇടുന്നത്. അപ്പോൾ കരുണാകര ഗുരുവിൻ്റെ ഭക്തനായിട്ട് മാറി വിജയൻ. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഗുരുസാഗരം. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ രാജീവ് അഞ്ചലിൻ്റെ മറ്റേ മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ,
ഗുരു അതും വിവാദമായ സിനിമയായിരുന്നു. അപ്പം തസ്രാക്കിൽ ചെന്ന് തസ്രാക്കിൽ പിന്നീട് എനിക്ക് തോന്നി ഈ തസ്രാക്കിലെ ഭാഷയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് തമിഴ് മലയാളം നമുക്ക് വേണമെങ്കിൽ പാലക്കാടിൻ്റെ ഒരു പക്ഷെ അതല്ല, ഇത് പിന്നെയാണ് റാവുത്തർ കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ഭാഷയാണ്. അത് പാലക്കാട് റാവുത്തർ കമ്മ്യൂണിറ്റിയുടെ ഭാഷയാണത്. റാവുത്തർ കമ്മ്യൂണിറ്റി ചങ്ങനാശ്ശേരി, പത്തനംതിട്ട ഭാഗങ്ങളിലുണ്ട്. അവർ മധുരയിൽ നിന്ന് വന്നവരാണ്. അതാണ് ഒരു തമിഴും. അവര് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു തുർക്കിഷ് പാരമ്പര്യമുണ്ട്. പുസ്തകത്തില് അത്താന്നാണ് അവര് വിളിക്കുക. അത്താ തുർക്കുണ്ടല്ലോ, അത്താന്ന് പറഞ്ഞ ഫാദർ എന്നാണ് അർത്ഥം. കൊല്ലത്തൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ചങ്ങനാശ്ശേരി ഹനഫി ധാരയാണ് ഒരു പെൺപിടി. അവിടെ പള്ളിയുണ്ട്. അപ്പൊ എന്റെ പെങ്ങൾ, എന്റെ അനിയത്തി, രണ്ടാമത്തെ അനിയത്തിയുടെ ഹസ്ബൻഡ് റാവുത്തറാണ്. അപ്പൊ അവര് വീട്ടില് തമിഴ് സംസാരിക്കുക. ഉമ്മ വിളിക്കുന്ന അമ്മ എന്നാണ്, അണ്ണാന്നൊക്കെ വിളിക്കുക. അമ്മാന്ന് വിളിക്കുള്ളൂ, അണ്ണാന്ന് വിളിക്കും. പിന്നെ അവര് ഈ തുർക്കിയിലെ പടയാളികളെ മധുര രാജാവ് ക്ഷണിക്കുകയും അവർ വരികയും പിന്നീട് ഇവർ തമ്മിലുള്ള മാരേജ് നടത്തുകയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നത്. ഇതിന്റെ പാലക്കാടൻ വേർഷനാണ് ശരിക്കും ഖസാക്കിന്റെ ഇതിഹാസം. ഞാൻ എപ്പോഴും ദസറാക്ക് പോയിട്ടില്ല, പക്ഷെ എനിക്കിങ്ങനെ ആ രവി നടന്നു വന്ന വഴികൾ, ആ അവസാനം എത്തി നിൽക്കുന്ന ബസ് സ്റ്റോപ്പും അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഞാൻ 3ാമത്തെ വട്ടം വായിച്ചിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഓക്കെ ഇതാണല്ലേ കഥ. ഇന്ന് അതായത് ഒരു വട്ടം വായിക്കുന്നു കിട്ടുന്നില്ല, 2ാം വട്ടം വായിക്കുന്നു അപ്പോൾ എന്തൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു, പക്ഷെ അതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ 3ാം വട്ടം ഞാൻ അരിച്ചു പെറുക്കി വായിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ എന്താ ഒ.വി. വിജയൻ്റെ ഒരു ഭാഷയാണ്, അതായത് ഭയങ്കര കട്ടിയാണല്ലോ. എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ ലിറ്ററേച്ചറിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയം. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ അങ്ങനെ എഴുതി ഡിക്ഷണറി ഇവിടെ വെക്കും, ഫോണിൽ വെക്കും, എന്നിട്ട് ഖസാക്ക് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നമ്മൾ പോസ് ചെയ്യും. അപ്പോൾ 3ാം വട്ടം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഫ്ലോ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇത് ക്രാക്ക് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് വായിക്കുന്നത്. മഴയുടെ സുരതാവേഗം ഒടുങ്ങി, സുരതാവേഗോ എന്ത് സുരതാവേഗം. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വായിച്ച് അങ്ങനെ എന്താ പറയാ, അതെന്തോ ക്രാക്ക് ചെയ്ത് 1 മാസം എടുത്തിട്ടാണ് ഞാൻ അന്ന് പിന്നെ അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഓക്കെ തൃപ്തി എന്നത്, ഓക്കെ ഇനി എനിക്ക് എടുത്തു വെക്കാന്നുള്ള എനിക്ക്